എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ ഇതിൻ്റെ സ്വാദ് പറയുകയാണെങ്കിൽ നമ്മുടെ ഹോട്ടൽസിലൊക്കെ കിട്ടണ ഒരു കുറുമയുടെ സ്വാദാട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കാനായി തുടങ്ങാം. അതിനായിട്ട് ആദ്യം ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. 1/4 കപ്പ് തേങ്ങ, പിന്നെ ഒരു 8-10 കാഷ്യൂ നട്ട്സ്. അപ്പോൾ ഞാൻ മുഴുവനായിട്ടുള്ള കാഷ്നട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 2 ടീസ്പൂൺ കശകശ, ഒരു കഷ്ണം പട്ട, 4-5 ഗ്രാമ്പൂ, 2 ഏലക്ക. ഇതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് എത്രത്തോളം അരയ്ക്കാൻ പറ്റുമോ അത്രയും അരയ്ക്കണം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് പച്ചക്കറികളാണ്. നമ്മൾ സാധാരണ കുറുമയിലിടുന്ന എല്ലാ പച്ചക്കറികളും എടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ്, ഫ്രഷ് ആയിട്ടുള്ള പട്ടാണി, കോളിഫ്ലവർ, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു 3 കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് ഒരു 1-2 വിസിലിന് ഒന്ന് വെള്ളം തെളിച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. നിങ്ങൾ സ്റ്റീം ചെയ്ത് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ല കേട്ടോ. ഇതിലെ പോഷകമൂല്യങ്ങളൊന്നും നഷ്ടപ്പെടില്ല. അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി സ്റ്റൗവിലേക്ക് ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ജീരകമാണ്, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട ശേഷം ഒന്ന് വഴറ്റിയെടുക്കണം. അടുത്ത 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിൻ്റെ പച്ചവാസന പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. 1 തക്കാളി പൊടിയായി അരിഞ്ഞത്, ഇതും നന്നായിട്ട് സോഫ്റ്റ് ആവണ വരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം അടച്ചു വെച്ചു. അപ്പോൾ നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത് ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് മേലെ നിൽക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയണത്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. കൂടെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കണം. അപ്പോൾ മിക്സി ജാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത ശേഷം ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കടകോല് കൊണ്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എപ്പോഴും കുറുമ ഉണ്ടാവണ സമയത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഗ്രേവിയും കഷ്ണങ്ങളും യോജിച്ചിരുന്നാൽ മാത്രമേ നല്ല അതിൻ്റേതായിട്ടുള്ള ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഗ്രേവി വേറെ കഷ്ണം വേറെ കിടക്കാനേ പാടില്ല. അടുത്ത ഇതിലേക്ക് 1 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തൈര് ചേർക്കണ സമയത്ത് അധികം പുളി ഉണ്ടാവാൻ പാടില്ല കേട്ടോ. പുളി ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറുമയുടെ സ്വാദ് നഷ്ടപ്പെടും. അപ്പോൾ വീണ്ടും നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുളിയുള്ള തൈരാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് തൈരും 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇവിടെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ഓപ്ഷണലാട്ടോ, ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. എനിക്കിഷ്ടമാണ് കുറുമയിൽ ഇങ്ങനെ ലാസ്റ്റായിട്ട് നെയ്യോ ബട്ടറൊക്കെ ചേർക്കണത് കേട്ടോ. അതുകൊണ്ട് ഇട്ടുവെന്ന് മാത്രം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം നമ്മുടെ കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 5-10 മിനിറ്റ് വെച്ച ശേഷം വേണം നമ്മൾ സെർവ് ചെയ്യാനായിട്ട്. അത് മിക്കവാറും എല്ലാ കറികളും അങ്ങനെ ആയിരിക്കുമല്ലോ. വളരെ സിമ്പിളായിട്ടുള്ള കുറുമയല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹോട്ടലിൽ കഴിക്കണ ഒരു കുറുമയുടെ ടേസ്റ്റ് ആട്ടോ അതിന്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയ ശേഷം ഉറപ്പായിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.